കുറച്ചു കാലത്തിനിടയിൽ കണ്ട ഏറ്റവും വൃത്തികെട്ട എത്ര വലിയ സാത്വികന്മാരായാലും അവരെ ചെറുതല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിക്കുന്ന അശ്ലീലമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി പരിശോധിച്ചിട്ട് ഇപ്പേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ടോ എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പതിവ് പരിശോധനയുടെ ഭാഗമായി ഷാഫി പറമ്പിലും അദ്ദേഹത്തിന് ഉറ്റ സുഹൃത്തു കൂടിയായിരുന്ന രാഹുൽ മാങ്കൂട്ടവും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിന്റെ പേരിൽ ഇവന്മാർ രണ്ടെണ്ണം കൂടി കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ പ്രത്യേകം ഒരു ഭാഗം, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ആശ്രിത നിയമനത്തിന്റെ ഭാഗമായി പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗമാണിത്. ചൊക്കനല്ല ചെക്കൻ, അങ്ങനെയാണ് മാങ്കൂട്ട ഫാൻസ് ഈ മാങ്കൂട്ടത്തെ വിളിക്കുന്നത്. ചെക്കൻ കയർത്ത് സംസാരിക്കുന്ന വീഡിയോ എങ്ങനെ പുറത്തു വന്നു എന്ന് ചോദിച്ചാൽ അതിനും മറുപടി ഞാൻ പറയണമെന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം റീൽസ് ചിത്രീകരണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. ആ ബാച്ചിന്റെ സാറും ഹെഡ് മാസ്റ്ററുമാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും. എവിടെ പോകുന്നെങ്കിലും വീഡിയോ എടുക്കാൻ ഒരാൾ ഇവരുടെ കൂട്ടത്തിൽ കാണും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൈബർ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോൺഗ്രസ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായും അല്ലാതെയും ഇവർ രണ്ടുപേരും ഉൾപ്പെടുന്ന പല സംഗതികളും റീൽസുകളാക്കി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുക എന്നുള്ളതാണ് ഈ കൂടെ നടക്കുന്നവന്റെ പണി. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പെണ്ണ് കേസിൽ പിടിക്കപ്പെടുന്നതുവരെ ഈ കൂടെ നടക്കുന്നവൻ ആ പരിപാടി വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വഴിയിൽ പരിശോധന ഉണ്ടാകുമെന്നും അവിടെ തങ്ങൾക്ക് നല്ലൊരു റീൽസിന്റെ കോണ്ടന്റ് കിട്ടുമെന്നും ഷാഫിക്കും മാങ്കൂട്ടത്തിനും, അതായത് ഷാങ്കൂട്ടത്തിന് അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും ചിത്രീകരിച്ച റീൽസിനകത്ത് വ്യക്തമായുണ്ട്. റീൽസിന്റെ അവസാനം ഷാഫിയെ കവച്ചു വെച്ചുകൊണ്ട് മാങ്കൂട്ടം ഒരു വലിയ പ്രകടനം നടത്തുകയും ചെയ്തു. അതായിരുന്നു ഇത്. ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഷാഫി പറമ്പിലിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പ്രകടനം നടത്തിയത് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്ന സമയത്ത് ഷാഫി മാങ്കൂട്ടത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ മാങ്കൂട്ടം കത്തിക്കയറുകയാണ് ആ വീഡിയോയിൽ. ചിത്രീകരിച്ച വീഡിയോ നല്ല വൃത്തിയായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഓടിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ അവിടെ മനസ്സിലാക്കാനുള്ളത്, ആ വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ബലിയാടായ ഒരു വ്യക്തിയുണ്ട്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്തതിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധി കൂടിയായ രാഷ്ട്രീയ നേതാവിൻ്റെ വായിൽ നിന്നും ആവശ്യമില്ലാത്തത് കേൾക്കേണ്ടി വരിക. തന്നെക്കാൾ എത്രയോ വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗസ്ഥനെ എടാ പോടാ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പരസ്യമായി അപമാനിക്കുക. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. സംസ്ഥാന മുഖ്യമന്ത്രിയായ എടോ വിജയ എന്നും ആഭ്യന്തര വാഴ എന്നുമൊക്കെ വിളിച്ച് കണിഞ്ഞാൻ പൊട്ടി നിൽക്കുന്ന ലീഗുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും സുഖിപ്പിച്ച വ്യക്തിക്ക് അത്രയൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത ഈ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നതൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യാൻ കഴിയും. എന്തായാലും ആ വീഡിയോ കേരളം മുഴുവൻ കണ്ടതോടെ ആ ഉദ്യോഗസ്ഥനും പ്രശസ്തനായി. പുള്ളി ആരാണെന്ന് അറിഞ്ഞുകൂടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്നും കേട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നാട്ടുകാർ തങ്ങളുടെ സംസാരത്തിൽ അദ്ദേഹത്തെയും ഉൾപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾക്ക് മാത്രമേ ഈ പുള്ളിയെ അറിഞ്ഞുകൂടാതെ ഉള്ളൂ. പുള്ളിയുടെ നാട്ടിലും പുള്ളിയുടെ വീട്ടിലുമുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ മനസ്സിലായി കാണും. തീർച്ചയായും ആ സംഭവം കഴിഞ്ഞതോടെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്നൊരു പഴമൊഴി ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമായി എന്ന് നമുക്കറിയാം.
ഉദ്യോഗസ്ഥന് പാരിതോഷികം വാഗ്ദാനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന് ആ ഉപകാരം അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു ഉപകാരം സ്വയം നേടുകയും ചെയ്തു. അന്ന് തന്നെ തിരിച്ചറിയാവുന്ന നാട്ടുകാർക്ക് മുന്നിൽ ആ ഉദ്യോഗസ്ഥൻ നാണം കെട്ട് കാണും എന്ന് നമുക്കറിയാം. ആ സംഭവത്തിന് ശേഷം കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ മാത്രമല്ല, കേരളീയർക്ക് മുന്നിൽ മുഴുവൻ നാണം കെട്ട് തല പോലും പുറത്തു കാണിക്കാൻ കഴിയാതെ ഒളിവ് ജീവിതം നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. ആ ഒളിവ് ജീവിതത്തിനിടയിലും അദ്ദേഹം അറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അതായത് കൊട്ടിക്കലാശത്തിന്റെ അന്ന്. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. നിനക്കുള്ള പാരിതോഷികം ഞാൻ തരാമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്നും താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും താൻ വിജയിക്കുമെന്നും UDF മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ താൻ മന്ത്രിയാകുമെന്നും തനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ ലഭിക്കുമെന്നും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു പറച്ചിലിനുള്ളിൽ സൂചനയുണ്ട്. നിനക്കുള്ള പാരിതോഷികം ഞാൻ തരാമെന്നാണ് പറയുന്നത്. ഞാൻ വഴി വേറെ ആരെങ്കിലും അത് തരും എന്നല്ല പുള്ളിക്കാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർ സ്വാഭാവിക രീതിയിൽ വണ്ടി തടഞ്ഞ് പരിശോധിക്കുവാൻ ഒരുങ്ങിയത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ തീരുമാനമായിരിക്കണം. കാരണം റീൽസിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധി ആ സമയത്ത് തോന്നുകയുള്ളൂ. അതുമാത്രമല്ല, വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, രാഹുൽ മാങ്കൂട്ടം പ്രകോപനമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് ഷാഫി പറമ്പിൽ നേരത്തെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനോട് എടാ പോടാ എന്നൊക്കെ വിളിച്ച് മാങ്കൂട്ടം കത്തിക്കയറുന്നത് കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ ഞെട്ടിക്കാണും. എന്തായാലും പിറ്റേന്ന് ആ വീഡിയോ ലോകം കണ്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഇവൻ ആരുടെ എന്ന ഭാവത്തിലായിരുന്നു പലരും മാങ്കൂട്ടത്തെ വിമർശിച്ചത്. എന്നാൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നോ സ്വദേശം എവിടെയാണെന്നോ ഉള്ള ഏതൊരുവിധ വിവരങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിയതുമില്ല. നടു റോഡിൽ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ള മാങ്കൂട്ടത്തിൻ്റെ പദ്ധതിക്ക് ഉദ്യോഗസ്ഥനെ ഇരയാക്കേണ്ട എന്ന് തന്നെ സംസ്ഥാന സർക്കാർ കരുതുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അതുപോലെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരിൽ ചിലരും ഒഴിച്ച് മറ്റുള്ളവരെ ഒന്നും അദ്ദേഹം ആരെന്നറിയിക്കാതിരിക്കാനുള്ള മുൻകരുതലും സർക്കാർ എടുത്തിരുന്നു. അത്രത്തോളം സെൻസേഷനായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി പുറത്തറിഞ്ഞാൽ സൈബർ ആക്രമണം ഉണ്ടായേക്കും എന്ന് തന്നെ പോലീസ് വകുപ്പ് കരുതി. ഇത്തരത്തിൽ എല്ലാവിധ പിന്തുണയും അതുപോലെ സുരക്ഷയും നൽകി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജീവിതകാലത്തിനിടയിൽ ഒരു തവണ പോലും പെട്ടുപോകരുത് എന്ന് എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ത്രീ വിഷയത്തിലുള്ള ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല, പാർട്ടി മെമ്പർഷിപ്പ് വരെ കളയേണ്ടി വന്നൊരു കേസായി അത് മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം, അതായത് കൊട്ടിക്കലാശത്തിൻ്റെ അന്ന്, ഒരു സംഭവം ഉണ്ടായി. കൊട്ടിക്കലാശത്തിൽ നിറഞ്ഞു നിന്ന് നിരവധി ഫോട്ടോകൾക്കും റീൽസ് ഉൾപ്പെടെയുള്ള വീഡിയോകൾക്കും നായകനാകേണ്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പെണ്ണ് കേസിൽപ്പെട്ട് ഒളിവിലാണല്ലോ. എന്തോരം റീൽസും ഫേസ്ബുക്ക് പോസ്റ്റുകളുമാണ് പുള്ളിക്കാരൻ മിസ്സാക്കി കളഞ്ഞത്. കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് പഴയ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ മാസങ്ങൾക്ക് മുൻപ് പാരിതോഷികം കൊടുക്കാമെന്ന് പറഞ്ഞ ആ വ്യക്തിയില്ലേ, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൻ്റെ പേരിൽ നിനക്കുള്ള പാരിതോഷികം ഞാനങ്ങ് എത്തിക്കാം എന്ന് മാങ്കൂട്ടം പറഞ്ഞ സംഭവം, ആ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടം പെണ്ണ് കേസിൽ ഒളിവിലിരിക്കുന്ന സമയത്ത് മാസങ്ങൾക്ക് മുൻപ് മാങ്കൂട്ടത്തിൻ്റെ വായിൽ ഇരിക്കുന്നത് കേൾക്കേണ്ടി വന്ന ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഇത്തവണയും ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. നിന്നെ ഞാൻ ചെത്തിക്കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച മാങ്കൂട്ടം ജനങ്ങളെ അഭിമുഖീകരിക്കാതെ പോലീസിനെ പേടിച്ച് ഒളിവിലിരിക്കുന്ന ആ സമയത്തും തൻ്റെ ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ മാങ്കൂട്ടത്തിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്ന ഉദ്യോഗസ്ഥൻ യാതൊരു ഭയവുമില്ലാതെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളതാണ് കാലത്തിൻ്റെ കാവ്യനീതി. മാത്രമല്ല, അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം ഇത്തവണ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിലാണ് എന്നാണ്. അതായത് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം ജനപ്രതിനിധിയായ പാലക്കാട് മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നൽകുന്ന സൂചനകൾ. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഭ്രാന്തെടുത്ത മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും ശാരീരിക സൈബർ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ ദ്രോഹിക്കും എന്നുള്ളതിനാൽ ഈ ഉദ്യോഗസ്ഥൻ ആരാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഭ്രാന്തന്മാരുടെ വായിൽ ചെന്ന് കയറി കൊടുക്കുന്നത്? തിരഞ്ഞെടുപ്പ് ജോലി ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പാരിതോഷികം കൊടുക്കാമെന്ന് പറഞ്ഞ മാങ്കൂട്ടം ഇപ്പോൾ പാരിതോഷികം വാങ്ങാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തീർച്ചയായും അദ്ദേഹം പാലക്കാട് വനത്തിനുള്ളിൽ എവിടെയെങ്കിലുമാണ് ഒളിവിൽ കഴിഞ്ഞതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അവിടെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ
ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും വിട്ട് എന്തെങ്കിലും വാങ്ങി പാരിതോഷികമായി അദ്ദേഹത്തിന് നൽകുമായിരുന്നു. ഇതിപ്പോൾ കർണാടകയിലാണ് ഒളിവ് ജീവിതമെന്നാണ് അറിയുന്നത്. പിന്നെ മാങ്കൂട്ടത്തിന് ഇനിയും സമയമുണ്ട്. അടുത്ത ആഴ്ച മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറസ്റ്റ് നടന്ന് പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ, ആ പറഞ്ഞ പാരിതോഷികം അത് എത്ര ചെറുതായാലും വാങ്ങി ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നേരിട്ട് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നതാണ് അതിൻ്റെ രീതി. രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു പ്രശസ്തന്റെ കയ്യിൽ നിന്നും പാരിതോഷികം വാങ്ങാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം അദ്ദേഹത്തിനും, പാരിതോഷികം നൽകാമെന്നു പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന ചാരിതാർത്ഥ്യം മാങ്കൂട്ടത്തിനും തീർച്ചയായും ഉണ്ടാകും.